നമസ്കാരം, ഞാൻ മിനി ഷിജു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ അതിനെ ഏത് രീതിയിലാണോ ഉൾക്കൊള്ളുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും ആഗോളതലത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുതിർന്നവരെ പറ്റി പറയുമ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ജോലികൾ നഷ്ടമായിട്ടുണ്ട്, ബിസിനസ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അങ്ങനെ പലവിധ ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇത്രത്തോളമോ അല്ലെങ്കിൽ ഇതിലധികമോ വിഷമങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ എത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ കൗമാരക്കാരാണ്. അതേന്നെ, നമ്മുടെ കൗമാരക്കാർ തന്നെ. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ അവരുടെ ദിനചര്യ എന്ന് പറയുന്നത് ഒരു രാവിലെ 9:30-10 മണിയാകുമ്പോൾ അവർ എഴുന്നേൽക്കുന്നു, കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ ടിവിയുടെ മുമ്പിലിരിക്കുന്നു. ഇനി അവര് പാഠപുസ്തകങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എല്ലാം ഓൺലൈനിലാണ്, ഫോണിലൂടെയൊക്കെയാണ് വരുന്നത്. പിന്നെ അവര് കുറച്ചു നേരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അവർ ഏറ്റവും നന്നായ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അത് നന്നായിട്ട് കഴിച്ചുകൊള്ളും. പിന്നെ രാത്രിയിൽ എപ്പോഴാണ് അവർ കടന്നുറങ്ങുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ടിവിയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, കമ്പ്യൂട്ടറിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അവര് രാത്രിയുടെ ഏതോ യാമങ്ങളിലാണ് കടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗമാരം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ കൗമാരപ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അവർക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ അവർക്ക് സുഹൃത്തുക്കളെ കാണാനോ അവരോട് സംസാരിക്കാനോ ഒന്നും, അല്ലെങ്കിൽ അവരോട് അടുത്തിടപഴകാനായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, മുൻപൊക്കെ ആണെങ്കിൽ അവർ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ തിയറി, പ്രാക്ടിക്കല്, അധ്യാപകരുടെ ഉപദേശങ്ങള്, ടെസ്റ്റ് പേപ്പറുകള്, അതോടൊപ്പം സുഹൃത്തുക്കളോടൊന്നിച്ചുള്ള കുസൃതികള്, കുറുമ്പുകള്, തമാശകള്, പ്രണയ നൈരാശ്യം, അതോടൊപ്പം ഒരുപാട് സംഘടനകളുണ്ട് സ്കൂളുകളിൽ. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ. ഈ സംഘടനാ പ്രവർത്തനങ്ങള്, അതിനോടൊപ്പം തന്നെ കലാ കായിക മത്സരങ്ങള്. അപ്പൊ അവര് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തും ഇതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടതാണ്. പക്ഷെ യാതൊരു പരിപാടികളും ഇല്ലാതെ അവരിപ്പോ നമ്മുടെ വീടുകൾക്കുള്ളിൽ ഇരിക്കുകയാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഉളവാക്കുന്നതാണ്. വളരെയധികം നഷ്ടബോധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അല്ലേ തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ അവരെ പറ്റിയുള്ള ഉത്കണ്ഠകൾ കൊണ്ടോ നമ്മൾ അവരോട് ഏത് സമയവും സദാസമയവും അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭൂരിപക്ഷം കുടുംബങ്ങളിൽ ഇപ്പോ വയലന്റ് ആവുകയാണ് പേരൻസും തിരിച്ചു കുട്ടികളും. ഇതും അവരുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവരെ ഡിപ്രഷനിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ്? പക്ഷെ ഇവിടെ ചില കുട്ടികള് സ്വയം തൊഴിൽ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കൂട്ടമായിട്ട് കാർഷിക മേഖലകളിൽ അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ വലിയൊരു ശതമാനം ഇന്ന് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടി നമുക്ക് പേരൻസ് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവർ കൊച്ചു കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം അവരോട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടായിരുന്നു അല്ലെ. ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമ്മൾ അത് തുടർന്നുകൊണ്ട് പോവുക. അതോടൊപ്പം ഇവർ ഇന്ന് അനുഭവിക്കുന്ന ഈ നഷ്ടബോധം, ഈ ഒരു വർഷം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചു വരാത്ത വളരെ മനോഹരമായ ഒരു സമയമാണ് അവർക്ക് നഷ്ടമായത്. അപ്പൊ ഈ നഷ്ടബോധങ്ങൾ അല്ലെങ്കിൽ ഈ സമയത്ത് ഇവർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, നിരാശകളൊക്കെ മാറുമെന്നും ഇതും കടന്നു പോകും എന്നും അവരോട് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സാമീപ്യത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയൊക്കെ അവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരോടൊപ്പം നമ്മൾ കുറച്ചു നേരം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരാശ്വാസമാകും. അതോടൊപ്പം നമുക്കും ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധി അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന ഈ ദുരിത കാലഘട്ടം എത്രയും പെട്ടെന്ന് കടന്നു പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൗമാരക്കാരായ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് എവർക്കും ശ്രദ്ധിക്കുകയും ചെയ്യാം. താങ്ക്